வியூவர்ஸ், நம்ம இப்போ குமரகம் போட்டிக்கு வந்திருக்கோம். இப்போ அதை பற்றி நம்ம கூட ஷேர் பண்ணுறதுக்கு நம்ம கூட வந்து போட்டோடைய ஓனர் இருக்கார். அவர்களுக்கு கேட்கலாம் எப்படி அந்த എക്സ്പീരിയൻസ് சொல்லிட்டு. ഞാൻ ഈ ബോട്ട് എടുത്ത അതല്ലേ, ഞാൻ ബോട്ട് ഓടിക്കാൻ തുടങ്ങിയിട്ട് 23 വർഷമായി. ബോട്ട് എടുത്തിട്ട് നമ്മൾ ബോട്ട് ഡ്രൈവറാണ്, സ്വന്തം ബോട്ടാണ്, ഞാൻ തന്നെ ഡ്രൈവ് ചെയ്യുന്നത്. 23 വർഷമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയാണ്. പിന്നെ പേപ്പറുകളൊക്കെ സർക്കാരിൻ്റെ പേപ്പറുകളെല്ലാം വേണം. ലൈസൻസ്, ബോട്ടിന് ലൈസൻസ് വേണം, ഓടിക്കുന്നതിന് ലൈസൻസ് വേണം. കുഴപ്പമില്ല, ധൈര്യമായിട്ട് പറയാം. ഇല്ല, ഇതിലെ എത്ര ഡിസ്റ്റൻസ് ആയിട്ടുണ്ട്, ഇവിടെ പോയിട്ട് തിരിച്ചു വരാം, എവിടെ കാണാം, എന്തെന്ത് പ്ലേസ് കാണാം? കാണാം. ഇപ്പോൾ കനാൽ വഴി പോകാന്ന് പറഞ്ഞാൽ കനാലിൽ ഇറങ്ങിയെന്നാൽ ലേക്ക് വരും. ലേക്ക് എന്ന് പറഞ്ഞാൽ വേമ്പനാട് ലേക്ക്. ഇത് കനാൽ പറയുന്ന ചെറിയ റോഡിനാണ് കനാൽ എന്ന് പറയുന്നത്. പിന്നെ ലേക്ക് പറയുന്ന അറിയാമല്ലോ, വലിയ ലേക്കാണ് വേമ്പനാട് ലേക്ക് എന്ന് പറഞ്ഞാൽ വലിയ ലേക്ക്. ഇവിടുത്തെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട് ലേക്ക് എന്ന് പറയുന്നത്. അവിടെ കറങ്ങിയിട്ടാണ് നമ്മൾ തിരിച്ച് ട്രാഫിക് വണ്ടി വരുന്നത്. വേറെ ഏതായാലും സ്ഥലം കാണാൻ വേണ്ടി സ്ഥലമുണ്ട് ഇവിടെ? ബോട്ടിംഗ് ആണ് ഇവിടെ? ബോട്ടിങ്ങിന് കനാലാണ് മെയിനായിട്ട് വരുന്നത്. കനാലാകുമ്പോൾ നമുക്ക് ഒത്തിരി കാണാനുണ്ട്. രണ്ട് സൈഡിലും പാടശേഖരങ്ങള്, വീടുകള്, വില്ലേജ് ഏരിയ ആണ് വീടുകള്. പിന്നെ ഈ നാട്ടിൽ താമരയല്ല, ലോട്ടസ് എന്ന് പറയുന്നത്. അത് രാവിലെ വന്നാലേ ലോട്ടസ് വിരിഞ്ഞ് നിൽക്കുന്നതാണ്. ഒരു 10 മണി കഴിഞ്ഞാൽ പിന്നെ അത് പൂമ്പി. രാവിലെയാണ് നല്ല വിരിഞ്ഞ് നിൽക്കുന്നത്. എത്ര സമയം വരെ രാവിലെ? അത് രാവിലെ ഒരു 10 മണി വരെ. ആ സമയം ബോട്ട് അലോഡ്? അതിന് മുന്നേ നമ്മൾ ബോട്ടിങ്ങിന് പോകും, എന്നാലേ നമുക്ക് അതിന്റെ ഭംഗി കാണാൻ. നല്ല നല്ല രസമാണ് പൂ കാണാൻ. ഇപ്പൊ പോകുന്ന വഴി കാണാം, പൂ ഇങ്ങനെ അടഞ്ഞു നിൽക്കും. രാവിലെ അങ്ങനെ കാണാം. പിന്നെ കുറെ പക്ഷികളെ കാണാം, പോകുന്ന വഴിക്ക് പക്ഷികളൊക്കെ ഉണ്ടാവും, അത് കാണാം. വില്ലേജ് ഏരിയ ആണ് ഏറ്റവും നല്ലത്. പിന്നെ കായലിലേക്ക് പോകുന്ന നമുക്ക് ഇവിടെ ഒരു ദ്വീപുണ്ട്, ഒരു ഐലൻഡ് ഉണ്ട്. ആ സൈഡ് ബാക്ക് വാട്ടറിലെ ഒരു ഐലൻഡ് ഉണ്ട്. അവിടെ പോകും. അവിടെ പോകുന്നത് 2 മണിക്കൂർ പോയി വരുന്നതിന് 2 മണിക്കൂർ. അവിടെ ഒരു 10-15 മിനിറ്റ് നമുക്ക് ഇറങ്ങി നടക്കും. ലേക്കില് അവിടെ ചുറ്റും നടക്കാം. ഒരു 15 മിനിറ്റ് അവിടെ കിട്ടും നടക്കാം. അതേ ടൂറിസ്റ്റ് ഏരിയ ആണ്. ടൂറിസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ ആണ്, ഫോറസ്റ്റ് ആണ്.